ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2022 ബോട്ടണി ഫോർത്ത് സെം പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാൻ സയൻസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് ഡിഫൈൻ ചെയ്യാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ ഹൈപ്പോത്തസിസ് ഡിഫൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തത് NCBI എക്സ്പാൻഡ് ചെയ്യാനും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതാനുമാണ്. NCBIയും അതുപോലെ തന്നെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇതാണ് NCBI. പിന്നെ എന്താണ് റാൻഡം എറർ, പിന്നെ മൊളാരിറ്റിയും നോർമാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട്. പിന്നെ എന്താണ് ഗ്രാഫ്, അതും റിപ്പീറ്റഡ് ആണ്. ഫിക്സേറ്റീവ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്. മാസറേഷൻ അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. കൈ-സ്ക്വയർ ടെസ്റ്റ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഇനി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ 1-2 തവണ ചോദിച്ചിട്ടുണ്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട്. പിന്നെ pH അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സെമ്മ്, അതിൻ്റെ 2 ആപ്ലിക്കേഷൻ, മൈക്രോമെട്രി. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് എ പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഏതിലാണ്? ബയോസ്റ്റാറ്റിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും ബയോസ്റ്റാറ്റിയാണ്. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ ബയോസ്റ്റാറ്റിയാണ്. 9 ബയോസ്റ്റാറ്റിയാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ബയോസ്റ്റാറ്റിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് വരുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന മെത്തഡോളജി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നിന്ന് വരുന്നതാണ്. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ബയോഫിസിക്സത്തെയാണ്. ബയോഫിസിക്സ് എന്ന് മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി, അതുപോലെ തന്നെ pH, അങ്ങനെ 2 ക്വസ്റ്റ്യനാണ് ബയോഫിസിക്സ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതെന്നാണ്? അതായത് എന്താണ് മാസറേഷൻ ഡിഫൈൻ ചെയ്യാൻ, അതുപോലെ ക്രാഫ് സൊല്യൂഷൻ, ഫിക്സേറ്റീവ്, മാസറേഷൻ, പിന്നെ സെമ്മ്, മൈക്രോമെട്രി, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? മൈക്രോ ടെക്നിക്കിൽ വരുന്നതാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ഏതെന്നാണ് വരുന്നത്? മൈക്രോ ടെക്നിക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിലൊരു പാറ്റേൺ വന്നിട്ടുള്ളത്. പിന്നെ ഇത് 2022 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2023, 2024 കറക്റ്റ് ആ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അത് ശ്രദ്ധിക്കുക. പിന്നെ സെക്ഷൻ ബിയിൽ വരുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ വേരിയസ് സ്റ്റൈൽസ് ഓഫ് സൈറ്റേഷൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സൈറ്റേഷൻ്റെ സ്റ്റൈലുകൾ എന്ന് പറയുന്നത്. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ എന്താണ്, പലതരത്തിലുള്ള സെൻട്രിഫ്യൂഗ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ ഡാറ്റ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേയ്സ് ഏതൊക്കെയാണ്, അതായത് നമ്മുടെ ബാർ ഡയഗ്രാം, ടേബിൾ ചാർട്ട്, അതൊക്കെ അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ എളുപ്പമുള്ള ഒരു ഭാഗം തന്നെയാണ്. പിന്നെ എന്താണ് ഡീഹൈഡ്രേഷൻ, ആ ഒരു എന്താണ് എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഡീഹൈഡ്രേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രി. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒബ്സർവേഷനെ കുറിച്ചിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഡബിൾ സ്റ്റെയിനിങ്, എന്താണ് വൈറ്റൽ സ്റ്റെയിനിങ്, സ്റ്റെയിനിങ് മെത്തേഡുകളും എന്താണ്, ഡബിൾ സ്റ്റെയിനിങ്, വൈറ്റൽ സ്റ്റെയിനിങ്, അങ്ങനത്തെ മെത്തേഡുകളും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. അപ്പം ഇതിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് വരുന്നതാണ്. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ, അതുപോലെ തന്നെ സ്പെക്ട്രോഫോട്ടോമെട്രി, ആ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ്? ബയോഫിസിക്സ് ആണ്. പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ, പിന്നെ ഒബ്സർവേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്, അത് രണ്ടും എന്താണ്? ബയോസ്റ്റാറ്റിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഡീഹൈഡ്രേഷൻ, അതുപോലെ തന്നെ ഡബിൾ സ്റ്റെയിനിങ്, അതെന്താണ്? മൈക്രോ ടെക്നിക്ക് എന്ന് വരുന്നതാണ്. ഇത് നേരത്തെ അതേ പാറ്റേൺ തന്നെയാണ്, അതായത് നമ്മുടെ നോർമൽ പാറ്റേൺ പോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് എല്ലാത്തിൽ നിന്ന് വരുന്നത്. നമ്മുടെ സയൻറ്റിഫിക് മെത്തഡോളജിയിൽ നിന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് എസ്സേ ടൈപ്പ് നോക്കാം. എസ്സേ ടൈപ്പിൽ എന്താണ്
സയൻറ്റിഫിക് മെത്തേഡിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് സയൻറ്റിഫിക് മെത്തേഡിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി വരുന്നതാണ് എന്ത് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ക്രൊമാറ്റോഗ്രഫി, സെൻട്രിഫ്യൂഗേഷൻ, സ്പെക്ട്രോഫോട്ടോമെട്രി, കളറിമെട്രി, അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. വലിയ ടഫായിട്ടുള്ള ഭാഗങ്ങളൊന്നും നല്ല ചോദിച്ചിട്ടുള്ളത്. എളുപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഓരോ പോർഷനും ഇപ്പോൾ എന്താണ് സ്പെക്ട്രോഫോട്ടോമെട്രി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.